എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പുതിയ വിഷയവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ യുദ്ധങ്ങളുടെ ഒക്കെയും പിറകിൽ നമ്മൾ കണ്ടതുപോലെ ഇറാനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ പല തെളിവുകൾ സഹിതം നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ലോകത്തിലൊക്കെ എല്ലാ മീഡിയകളും എല്ലാ രാജ്യങ്ങളും പറയുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ നസറുള്ളയുമായിട്ടുള്ള കൊലപാതകത്തോടുള്ള ബന്ധത്തിലും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇറാൻ്റെ ഒരു ടോപ്പ് കമാൻഡർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഈ തീവ്രവാദി ഓർഗനൈസേഷനിലും ഇറാൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇറാന് ഇസ്രയേലിന് ചുറ്റും ഒരു റിംഗ് ഓഫ് ഫയർ ആണ് അവരെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, മറ്റ് ഇറാഖിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇതെല്ലാം ഇസ്രയേലിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്, ചെല്ലും ചെലവും കൊടുത്തൊരുക്കിയിരിക്കുന്നത് ഇറാനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വരും, എന്തിനാണ് ഇറാന് ഇസ്രയേലിനെ ഇത്രമാത്രം വെറുക്കുവാനുള്ള കാരണം? പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിരിക്കുന്നത് സുന്നി മുസ്ലിം കൺട്രികളോടാണ്. ഈജിപ്റ്റ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളോടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇറാൻ നമുക്കറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഷിയകളും സുന്നികളും ബദ്ധശത്രുക്കൾ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇവർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇസ്രയേലിനെ ഒരു കോമൺ ശത്രുവായി കണ്ടുകൊണ്ട് ഇറാന് ഇവർക്ക് ഈ സുന്നി ഭീകര സംഘടനകൾക്ക് സഹായങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ഇത്രമാത്രം എതിർക്കുവാനും വെറുക്കുവാനുമുള്ള കാരണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണമാണ് നമ്മൾ ഇന്ന് ചുരുക്കമായിട്ട് ഇവിടെ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 13 ഇറാന് 100 കണക്കിന് മിസൈല് ഇസ്രയേലിലേക്ക് അയച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, ഏകദേശം 1500 കിലോമീറ്റർ ദൂരെയാണ് ഇറാന് ഇസ്രയേലുമായിട്ട് കിടക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിർത്തികളൊന്നും അവർ ഷെയർ ചെയ്യുന്നില്ല. അത്രയും ദൂരെ കിടക്കുന്ന ഒരു രാജ്യം എന്തിനാണ് ഇസ്രയേലിനെ ഇത്രമാത്രം വെറുക്കുവാനുള്ള കാരണം? ഓയിലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അതിർത്തിപരമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നും ഇവർ തമ്മിലില്ല. പിന്നെ എന്തുകൊണ്ടാണ്, നമുക്ക് അതിശയകരമായിട്ട് തോന്നും, പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ വൈരാഗ്യം ഇറാന് ഇസ്രയേലിനോട് ഉള്ളതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. 1979 വരെ ഇറാൻ്റെ ഭരണം കൈയാളിയിരുന്നത് ഷാ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചരിത്രത്തിലൊക്കെ. ഷാ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നെയായിരുന്നു. അനേകം പേരെ അവിടെ ജയിലിലടക്കുകയും അവരെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഒരു വളരെ അവരുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നമുക്ക് എടുത്തു പറയാവുന്നതായിട്ടുള്ള സവിശേഷത, അദ്ദേഹം വെസ്റ്റേൺ കൾച്ചറും വാല്യൂസും കീപ്പ് ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടെയുള്ള നമുക്കറിയാം, നമ്മൾ പഴയ 79 കാലഘട്ടങ്ങളിലെയൊക്കെ മുമ്പുള്ളതായിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇറാൻ്റെ വീഡിയോകളും പിക്ചറുകളും ഒക്കെ നോക്കിയാൽ മതി, ഒരു വെസ്റ്റേൺ രാജ്യം, ഒരു യൂറോപ്പിലെ രാജ്യം പോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുകയും അവിടെ എല്ലാവിധമായിട്ടുള്ള കലാപരിപാടികളും മറ്റു സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ, കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന, വളരെ സ്വാതന്ത്ര്യമുള്ളതായിട്ടുള്ള ഏത് വസ്ത്രം ധരിക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു. എന്നാൽ 79 അവിടെ ഒരു ഇസ്ലാമിക് റിവല്യൂഷൻ അവിടെ ഉണ്ടാകുകയും ഈ ഖൊമേനി അവരുടെ ഒരു ഭരണത്തിലേക്ക് രാജ്യം മാറുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഖൊമേനിയുടെ ഭരണം തുടർച്ചയെ തുടർന്ന് നമ്മളവിടെ കാണുന്നത്, ആദ്യമായിട്ട് ഖൊമേനി അവിടെ ഇല്ലാതാക്കിയത് തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഈ ഷാ ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ടുള്ള ഒരു വെസ്റ്റേൺ സംസ്കാരം പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞത് നമുക്കവിടെ കാണുവാൻ. അതാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത്. വെസ്റ്റേൺ കൾച്ചറും വാല്യൂസും അവിടെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്കുണ്ടായിരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അവിടെ ഇല്ലാതാക്കി ഒരു ഇസ്ലാമിക് ശരീഅത്ത് കാലഘട്ടത്തിലേക്ക് ആ രാജ്യത്തെ
കൊണ്ടുപോവുകയാണ് ആദ്യമായിട്ട് ഖൊമേനി ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ആ റെജീം ചെയ്തു കൂട്ടിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇറാനെ ഈ ഖൊമേനി പാകപ്പെടുത്തിയെടുത്തപ്പോൾ തന്നെ അതിന് ചുറ്റുമുള്ളതായിട്ടുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളും, നമുക്ക് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ശരിയ നിയമങ്ങളിൽ വളരെ സ്ട്രിക്റ്റായിട്ടാണ് അവരെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളെയും ആ രീതിയിൽ ശരിയ നിയമങ്ങൾ കർശനമായിട്ട് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ രീതിയിലൊക്കെ പല രീതിയിലും അവർ പ്രവർത്തിച്ച് തുടങ്ങിയതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്ക് ആകെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു തടസ്സം മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. നമുക്കറിയാം ഇസ്രയേൽ എന്ന രാജ്യം വെസ്റ്റേൺ കൾച്ചറും വാല്യൂസും സ്ത്രീകൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ്. അത് ഇത്രയും ഇസ്ലാമിക് ശരീഅത്തുകൾ നിലനിൽക്കുന്നതായിട്ടുള്ള രാജ്യങ്ങളുടെ നടുവിൽ ഒരു ചെറിയ രാജ്യം ഈ രീതിയിൽ വെസ്റ്റേൺ കൾച്ചറുകളും വാല്യൂസും ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു കൺട്രി അവിടെ ഇരിക്കുന്നത് ഇറാനെ വളരെയധികം അലോസരപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഇറാനിൽ നടക്കുന്നതിന് മുൻപായിട്ട് ഏകദേശം 1,20,000 ജൂവിഷ് അല്ലെങ്കിൽ ജൂതന്മാർ ഇറാനിൽ താമസിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം ഏതാണ്ട് 60,000 പേർക്ക് അവിടെ നിന്ന് ആദ്യമായിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന 40,000 പേര് അവർക്കുള്ളതെല്ലാം കളഞ്ഞ് ഉപേക്ഷിച്ച്, അവരുടെ വീടും അവരുടെ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യവും നാം ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജൂതന്മാർ ഈ ഇസ്ലാമിക് റവല്യൂഷന് മുൻപ് ഇറാനിൽ അവിടെയുള്ള ജനങ്ങളോട് ചേർന്ന് വളരെ സക്സസ് ആയിട്ട് സ്നേഹമായിട്ട് പോയിരുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ളതും നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. അവിടെ ജൂതന്മാരുടെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ ഏറ്റവും അടുത്ത ഒരു പങ്കാളി കൂടിയായിരുന്നു ഇസ്രയേൽ എന്ന് നമ്മൾ മറന്നു പോകരുത് ഷായുടെ ഭരണകാലത്ത്. അതുപോലെ ഷായുടെ ഭരണകാലത്തെ അവിടെ ബാറുകൾ, സിനിമകൾ, കാബറെ, അതുപോലെ തന്നെ ബോണിയമിൻ്റെ മ്യൂസിക് പ്രോഗ്രാം പോലും അവിടെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനിൽ വെച്ചുണ്ടായ ഏഷ്യൻ ഒളിമ്പിക്സിൽ ഇസ്രയേൽ അവിടെ നേരിട്ട് അവരുടെ അത്ലറ്റിക്സ് അവിടെ വന്ന് അത്ലറ്റുകൾ പലരും വന്ന് അവിടെ പങ്കെടുത്തതാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടും ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും എവിടെ പോകുവാനും അവർക്ക് എന്ത് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു രാജ്യം ആയിരുന്നു ഇറാൻ. എന്നാൽ ഈ അയത്തുള്ള ഖൊമേനിയുടെ ഭരണം വന്നതോടുകൂടി കാര്യങ്ങളാകെ മാറിമറിയുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രയേലുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടത് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഖൊമേനി ആദ്യമായിട്ട് ചെയ്തത് IRGC അല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അവരുടെ മെയിനായിട്ടുള്ള ജോലി, അവരൊരു സൈന്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മെയിനായിട്ടുള്ള ജോലി ഇസ്ലാം എന്നുള്ള ആ ഐഡിയോളജി ലോകത്തേക്ക് പരത്തുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഒരു ജോലി കൂടി. അതുതന്നെയാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന. IRGCയുടെ പല ഏജൻറ്റുമാരാണ് ലോകത്ത് പല ഭാഗങ്ങളിലും പല കാര്യങ്ങളും അവർ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കും തന്നെ റിപ്പോർട്ട് വരികയുണ്ടായി അമേരിക്കയിലൊക്കെ ഇറാൻ്റെ വലിയ ഇടപെടലുണ്ടെന്ന്. അതിൻ്റെയൊക്കെ പുറകിൽ ഈ IRGC ആണെന്ന് നമ്മൾ മറന്നു പോകല്ലേ. ട്രംപിനെ വധിക്കുവാനുള്ള 2 ശ്രമങ്ങളുണ്ടായത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ള സീക്രട്ട് റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അതിൻ്റെയൊക്കെ പുറകിൽ നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇറാനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് നമ്മളെ മറന്നു പോകുവാനായിട്ട് പാടില്ല. അപ്പോൾ ഖൊമേനിയുടെ ഭരണത്തോടുകൂടി വലിയ മാറ്റമാണ്. അവരത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും വെസ്റ്റേൺ വാല്യൂസുമാണ് പെട്ടെന്ന് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതെ ആയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ ശരിയ നിയമങ്ങൾ അവർ കൂടുതലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നതായിട്ട്, അതിന് വേറിട്ട് നിന്നതായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇസ്രയേൽ. അവരുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസോ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാത്തതും അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നതായിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു ഇസ്രയേലിന് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം ഇറാൻ
ഇറാന് ഇത്രമാത്രം ഇസ്രയേലിനെ വെറുക്കുവാനുള്ള കാരണം ഇസ്രയേൽ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇറാൻ്റെ അജണ്ട അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കണം, ലോകം മുഴുവൻ നടപ്പാക്കണം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടപ്പാക്കണമെന്നുള്ള അജണ്ട അവർക്ക് ഇസ്രയേൽ അവിടെ ഉള്ളിടത്തോളം കാലം അവർക്കത് നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇസ്രയേൽ പൂർണ്ണമായിട്ട് ആ ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ ഇസ്ലാമിക് ശരീഅത്ത് ആ ഒരു നിയമം ആ മിഡിൽ ഈസ്റ്റ് ഫുള്ള് ഏരിയകളിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രയേൽ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇസ്രയേലിനെ ആദ്യമായിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. ഇസ്രയേലിനെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ അടുത്ത ടാർഗറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളായിരിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. ആദ്യം ഇസ്രയേലിനെ നശിപ്പിക്കുക, ജൂവിഷ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്രിസ്ത്യൻ വാല്യൂസ് ഉള്ളതായിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കായിരിക്കും അവരുടെ അടുത്ത ശ്രദ്ധയെന്ന് നമ്മൾ മറന്നു. അതിൻ്റെ തുടക്കം നമുക്കിന്ന് പല രാജ്യങ്ങളിലും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല വെസ്റ്റേൺ രാജ്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കാണുവാനായിട്ടും അതിൻ്റെ റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ പത്രങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല രാജ്യങ്ങൾ അമേരിക്കയുടെ ക്രിസ്ത്യൻ വാല്യൂസ് ഇല്ലാതാക്കുക, അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ക്രിസ്ത്യൻ വാല്യൂസ് ഇല്ലാതാക്കുക. കാരണം ഈ ക്രിസ്ത്യൻ വാല്യൂസാണ് ഇന്ന് നാം കാണുന്ന ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ കാണുന്നതായിട്ടുള്ള ഈ സ്വാതന്ത്ര്യവും നമുക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യവും മറ്റ് മാനുഷിക മൂല്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്തതും അല്ലെങ്കിൽ അതിനെ ബേസായിട്ടാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു വാല്യൂസ് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഐഡിയോളജിയിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും മറ്റുള്ളതായിട്ടുള്ള കാര്യങ്ങളും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഫ്രീ സ്പീച്ചും ഒക്കെ അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണും. അതാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർക്ക് ലോകം മുഴുവൻ വേണ്ടത്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ ഇസ്രയേലാണ്. അതിനുശേഷം ഇസ്രയേൽ നശിച്ചാൽ അടുത്ത സ്റ്റെപ്പ് വെസ്റ്റേൺ രാജ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഹിസ്ബുള്ളയെ അവർ ഉണ്ടാക്കുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിന് എല്ലാവിധമായിട്ടുള്ള സഹായം ചെയ്യുന്നതും അതുപോലെ തന്നെ ഹമാസിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നതും ഹൂത്തികൾക്കും മറ്റ് എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും വേണ്ടുന്ന എല്ലാ ആയുധങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും മറ്റ് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ആ ഇസ്രയേൽ എന്ന രാജ്യത്തെ അവിടെ നിന്നും മാറ്റി അവിടെ ഒരു മുസ്ലിം ഇറാൻ്റെ ആഗ്രഹപ്രകാരമുള്ളതായിട്ടുള്ള ഒരു ഭരണം അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആദ്യമായിട്ടുള്ള ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവർ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെല്ലാം വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവിടെ നിലനിർത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ബെനി സബ്തി എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു റിസർച്ചറുണ്ട്. അദ്ദേഹം ഒരു ഇറാനിൽ ജനിച്ചതായിട്ട് അവിടെ വളർന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നും അമേരിക്കയിലും അതുപോലെ ഇസ്രയേലിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒറിജിനലി ഒരു ഈ റെവല്യൂഷന് മുൻപുണ്ട് ജനിച്ചതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇസ്ലാമിക് റെവല്യൂഷന് മുൻപ് ജനിച്ചതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ നിന്നും ഇപ്പോൾ താമസമൊക്കെ മറ്റ് രാജ്യങ്ങളിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ നമുക്ക് പലപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ മതി. ബെനി സബ്തി എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം കണ്ടതും അദ്ദേഹം ഈ ഇസ്ലാമിക് റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം അത് നേരിട്ട് കണ്ടതായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ ഇൻ്റർവ്യൂകളിൽ വളരെ വ്യക്തമായിട്ട് ഇറാൻ്റെ അജണ്ട എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതെനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ബെനി സബ്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തെക്കുറിച്ചും ഇറാനിൽ നടക്കുന്നതും അവരുടെ അജണ്ടകളും ഒക്കെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഏറ്റവും കാതലായിട്ടുള്ളതായിട്ടുള്ള കാരണം ഇറാന് ഇസ്രയേലിനെ എതിർക്കുവാൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ മീഡിയകളൊക്കെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അവരുടെ പല എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ തോന്നുന്നത് അവർ വിളിച്ച് പറയുകയാണ്. എന്നാൽ അതിൻ്റെ മൂലകാരണങ്ങളോ അതിൻ്റെ ഡീറ്റെയിലുകളോ ഒന്നും ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ മൂലകാരണം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇസ്ലാമിക ഭരണം, ശരീഅത്ത് ഭരണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ ആഗ്രഹം.
ഇപ്പോൾ സൗദിയും UAE ഒക്കെ അതിൽ നിന്നും മാറി ചിന്തിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം അവിടുത്തെ ശരീഅത്ത് നിയമങ്ങളൊക്കെ അവർ പതിയെ ഉപേക്ഷിച്ചു തുടങ്ങുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലും ഈ UAEയോ അല്ലെങ്കിൽ സൗദിയോ ഒക്കെ ഒന്നിച്ച് ചേർന്ന് അവരടുക്കുന്നത് ഇറാനെ വളരെ ദേഷ്യം പിടിപ്പിക്കുകയും അതിനെ തകർക്കുവാനൊക്കെ അവർ നോക്കുകയും ഒരു ബന്ധത്തെ തകർത്ത് കളയുവാനൊക്കെ നോക്കുകയും അത് ഈ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണവും അതായിരുന്നു ഒരു മൂല കാരണമെന്ന് നമ്മൾ മറന്നു പോകല്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇറാൻ്റെ പ്രശ്നം, ഇറാൻ ഇത്രമാത്രം വൈര്യം ഈ ഇസ്രയേലിനോട് ഉണ്ടാകുവാനുള്ള കാരണം അത് ഒരു വിധത്തിൽ മതപരമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ മതപരമായിട്ടുള്ള ഒരു കാരണത്താൽ തന്നെയാണ് ഈ ഇറാൻ ഇത്രമാത്രം ഇസ്രയേലിനെ വെറുക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ ഇനിയും പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.